ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സഹനം പാർട്ട് 3. എന്നെ എടുത്തോളൂ എന്ന് പറയുന്നത് പോലെ കയ്യും നീട്ടി മിഴിച്ചിരിക്കുന്ന പാവക്കുട്ടി സ്പ്രിങ് പോലെ ചുരുണ്ട മുടി പിന്നിൽ ഉയർത്തി റിബൺ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. മിന്നുന്ന ഉടുപ്പ്, പാദസരങ്ങൾ, ആർക്കും ആദ്യ കാഴ്ചയിൽ തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്ന്. ആ പാവക്കുട്ടിയുടെ ഫ്രോക്കിന് പിൻവശത്തൊരു മടക്കിയ പേപ്പർ കൂടി പിൻ ചെയ്തിരുന്നു. അരുന്ധതി പിൻ നീക്കി ആ പേപ്പർ എടുത്ത് വിടർത്തി. വിഷ്ണുവിൻ്റെ കൈയക്ഷരം. അതിൽ അവൻ്റെ മുഖം അരുന്ധതി കണ്ടു. അമ്മേ, വരുന്ന വഴി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അരമണിക്കൂർ താമസം ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിലൂടെ അല്പം നടക്കാമെന്ന് കരുതി ഇറങ്ങിയപ്പോഴാണ് ഒരു ഷോപ്പിൽ ഞാൻ ഈ പാവക്കുട്ടിയെ കണ്ടത്. പെട്ടെന്ന് ഞാൻ നിന്നു. അമ്മയെ മുത്തശ്ശിയാക്കാമെന്ന് പ്രോമിസ് ചെയ്തത് ഓർത്തു. അതുടനെ പറഞ്ഞ വില കൊടുത്ത് വാങ്ങി യുദ്ധഭൂമിയിലേക്ക് പോരുകയാണ് ഞാൻ. തിരിച്ചു വന്ന് അമ്മയും വിനുവിനെയും ഒപ്പം കൂട്ടാനാണ് ആശ. എങ്കിൽ മുത്തശ്ശിയാക്കാമെന്ന വാക്ക് പാലിക്കാൻ കഴിയും. പക്ഷേ തിരിച്ചു വരാൻ കഴിയില്ലെങ്കിലോ എന്നൊരു ചിന്ത എന്നിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായി വേരൂന്നി പടരുന്നു. ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തുന്നു, മടങ്ങാൻ ദൈവം അനുവദിച്ചാൽ അമ്മയ്ക്ക് ഇതൊരു കൗതുകമുണർത്തുന്ന സമ്മാനം മാത്രമാകും. ഇല്ലെങ്കിലോ മനസ്സുകൊണ്ടെങ്കിലും ഇതെൻ്റെ അമ്മയെ ഒരു മുത്തശ്ശിയാക്കും, എൻ്റെ വിനുവിനെ ഒരമ്മയാക്കും. വിഷ്ണു പൊട്ടിക്കരഞ്ഞുപോയി അരുന്ധതി. എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞെ. ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ വിരലുകൾക്കിടയിലിരുന്ന് വിറച്ച ആ തുണ്ടു പേപ്പർ മറ്റുള്ളവർ എടുത്ത് തുറന്നു വായിച്ചു. എല്ലാ മനസ്സും വിറപൂണ്ടു, എല്ലാ മിഴികളും നനവാർന്നു. മരണത്തിനു മുമ്പ് ഒരു പക്ഷേ അവസാനമായി വിഷ്ണു എഴുതിയ കത്ത്. മരണം നടക്കുമെന്ന് അവനും തോന്നിയിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സൊരു കുഞ്ഞില്ല എന്ന ചിന്തയിൽ ഒരു ജ്വാലയായി ആളിപ്പടർന്നിരുന്നു എന്നതല്ലേ അർത്ഥം. താനില്ലാതായാൽ തനിക്ക് ശേഷം കുടുംബത്താര്? തൻ്റെ അമ്മയ്ക്കാര്? വിനുവിനാര്? മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ആ മനസ്സ് പിടഞ്ഞിട്ടുണ്ടാകും ഇതോർത്ത്. ആ ഓർമ്മയുടെ പ്രതീകമാണ് ഈ പാവക്കുട്ടി. അവൻ്റെ മനസ്സൊരുകിയ ആ ആഗ്രഹം ഇതൊരു ദൈവാനുഗ്രഹമായിട്ടിതാ മുളച്ചു പൊന്തിയിരിക്കുന്നു. വിനുവിൻ്റെ ഉദരത്തിൽ പുതുനാമ്പായി പുനർജനിച്ചിരിക്കുന്നു. അരുന്ധതിയുടെ ഉള്ളു പറഞ്ഞു. ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ കൊതിച്ചവൻ ഇതാ കുഞ്ഞായി തന്നെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഒരു പെൺകുഞ്ഞ്. വെള്ളാരം കല്ലുകൾ പോലെ തിളങ്ങുന്ന മിഴികൾ. മുത്തശ്ശി, ആ വിളി അവർ കേട്ടുവോ? എന്നെ എടുക്ക്. കൈകൾ നീട്ടി ആ പാവക്കുട്ടി കരഞ്ഞുവോ? എൻ്റെ കുഞ്ഞെ, എൻ്റെ മുത്തേ. അരുന്ധതി ആ പാവക്കുഞ്ഞിനെ കോരിയെടുത്തു. ഹൃദയത്തോടെന്ന വണ്ണം അമർത്തി പിടിച്ചു. ഒരു കൈ കൊണ്ടവർ വിനുവിനെയും ചേർത്ത് പിടിച്ചു. മോളെ, ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം. മോൾ പ്രസവിക്കുന്ന പൊന്നു മോൾക്ക് അവളുടെ അച്ഛൻ്റെ കൈകൊണ്ട് വാങ്ങിത്തന്ന സമ്മാനമായി ഇത് കൊടുക്കണം, അരുന്ധതി പറഞ്ഞു. ഈറൻ പെയ്യുന്ന മിഴികൾ ഉയർത്തി അരുന്ധതിയെ വിനു നോക്കി. ഒന്ന് മൂളാൻ പോലും കേൾപ്പില്ലാതെ. അപ്പോ മോളാണ് ജനിക്കാൻ പോകുന്നതെന്ന് ചേട്ടത്തി ഇപ്പോഴേ ഉറപ്പിച്ചോ? രാജേശ്വരിയാണ് ചോദിച്ചത്. രംഗത്തിന്റെ പിരിമുറുക്കം ഒന്നയക്കാൻ കൂടിയായിരുന്നു ആ ചോദ്യം. ഉവ്വ്, മോളാണ് രാജേശ്വരി, എനിക്ക് ഉറപ്പുണ്ട്. വിഷ്ണുവിന്റെ ആഗ്രഹവും അതായിരുന്നു. അതാണവൻ ഈ പാവക്കുട്ടിയെ തന്നെ തിരഞ്ഞെടുത്തത്, അരുന്ധതി ഉറപ്പായി പറഞ്ഞു. അരുന്ധതി ഇറകെ പിടിച്ചിരുന്ന വിനു ഓർത്ത് പെൺകുഞ്ഞുങ്ങളെ കാണാനായിരുന്നു വിഷ്ണുവിന് കൗതുകം. നിറക്കൂട്ടുകളുമായി പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റകൾ, ഓമന പറവകൾ. രാജേശ്വരി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കണ്ടു. പിന്നാമ്പുറത്തേക്കുള്ള ഇടനാഴിയിൽ ജനാലയ്ക്കൽ ചാരി നിന്ന് മിഴികൾ തുടയ്ക്കുന്ന ലീലാവതി. രാജേശ്വരി അങ്ങോട്ട് ചെന്നു അവരുടെ തോളത്ത് കൈവച്ചു. തിരിഞ്ഞു നോക്കിയ ലീലാവതി സാരിയുടെ തുമ്പുകൊണ്ട് മിഴികൾ തുടച്ചു. കരച്ചിൽ ഉറക്കെ ആകാതിരിക്കാൻ എന്നോണം ആ സാരി തുമ്പുകൊണ്ട് വായും പൊത്തിപ്പിടിച്ചു. ലീല ചേച്ചി, രാജേശ്വരി വിളിച്ചു. അതോടെ കരച്ചിൽ പൊട്ടിപ്പോയി ലീലാവതിക്ക്. ഇങ്ങനെ കരഞ്ഞാലോ ചേച്ചി? കരയാനല്ലേ എനിക്ക് കഴിയൂ രാജേശ്വരി. ലീലാവതി വീണ്ടും കണ്ണുകൾ തുടച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞാനും അവളുടെ അച്ഛനും കൊതിക്കുന്നതാ ഇങ്ങനൊന്ന് കേൾക്കാൻ. അന്നൊന്നും അതിനിടയായില്ല. സങ്കടം ഉണ്ടായിരുന്നു താനും. നേർച്ചയും വഴിപാടും കഴിക്കാനും തുടങ്ങിയതാ. ഒക്കെ ശരി, പക്ഷേങ്കിൽ മുമ്പേ കൊടുക്കാൻ മടിച്ചത് ദൈവം ഇപ്പോഴെന്തിനു കൊടുത്തു? അതാ എൻ്റെ സങ്കടം. രാജേഷിക്ക് എന്തുണ്ട് മറുപടി? എൻ്റെ കുഞ്ഞിൻ്റെ മാംഗല്യം പറിച്ചെടുത്തു ഈശ്വരൻ, ലീലാവതി തുടർന്നു. ഇപ്പോഴിതാ ജീവിതം കൂടി പറിച്ചെടുക്കുന്നു. ഞാൻ എന്താ ചെയ്യുക? വയസ്സ് 25 ആയിട്ടുള്ളൂ അവൾക്ക്. ലീലാവതിയിലെ അമ്മയുടെ ആ നൊമ്പരം രാജേശ്വരി പൂർണ്ണമായി ഉൾക്കൊള്ളുകയായിരുന്നു. നെടുവീർപ്പോടെ അവർ പറഞ്ഞു, ഈ പുതുജീവൻ ഈ വീടിനൊരാവശ്യമാണ്. വിഷ്ണുവിന് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ചവളാണ് ചേട്ടത്തി. ഈ പ്രായത്തിൽ അവൻ കൂടി നഷ്ടപ്പെട്ടപ്പോൾ മുന്നോട്ട് ഇനി എന്താ ചേട്ടത്തിക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഈ കുഞ്ഞല്ലാതെ. രാജേശ്വരി തുടർന്നു. ഓരോരുത്തരെ സങ്കടം
അത് അനുഭവിക്കുന്നവർക്കേ പൂർണ്ണമായും പിടികിട്ടുകയുള്ളൂ. എന്നാലും പറയാ വയ്യ. ഇനി അവൾക്കൊരു ജീവിതമില്ല. ചേട്ടത്തിയെപ്പോലെ തന്നെ അവളും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലീലാവതി രാജേശ്വരി നോക്കി വീണ്ടും വീണ്ടും വിമ്മിപ്പൊട്ടി. ചേട്ടത്തിയും വിനു ഇരുവർക്കും മുമ്പിൽ ഈ പുതുനാമ്പ് ഇരു ഫലങ്ങളാണ്. ചേട്ടത്തിക്ക് മുന്നോട്ടുള്ള വഴികാട്ടിയാണെങ്കിൽ വിനുവിന് മുന്നോട്ടുള്ള വഴിയിൽ കുറുകെ ഒരു കന്മതിലാണ്. എല്ലാവരും അതറിയുന്നു. ഇവിടെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അതൊരാൾക്ക് നന്മയും മറ്റേയാൾക്ക് തിന്മയും ആകുന്നു. അതുമാത്രമല്ല, ഒരക്ഷരം പോലും ഒരഭിപ്രായം പോലും പറയാൻ പാടില്ലാത്ത സന്ദർഭവും. വിശകലനം ചെയ്തുകൊണ്ടുള്ള രാജേശ്വരിയുടെ ആ സംസാരം അത്രയും ശരിയാണെന്ന് ലീലാവതിക്കറിയാം. എന്നാലും അവർ കൊതിച്ചുപോയി, ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നെങ്കിലെന്ന്. 1-2 വർഷം കഴിയുമ്പോഴെങ്കിലും സംഭവിച്ചതിൻ്റെ ആഘാതം തെല്ലു കുറയുമെന്ന് കരുതാം. മറ്റൊരു ജീവിതത്തിലേക്ക് അവളുടെ മനസ്സിൻ്റെ ബലമായിട്ടെങ്കിലും തിരക്കാമായിരുന്നു താനും. ഇനിയിപ്പോൾ ഒന്നിനും വയ്യ, ഒന്നിനും. മനസ്സിനെ നിയന്ത്രിക്കാൻ പാടുപെട്ട് മുറ്റത്തേക്കിറങ്ങുമ്പോൾ ലീലാവതി കണ്ടു, തെക്ക് പുറത്തെ പേരച്ചുവട്ട് നിൽക്കുന്നു ശ്രീനിവാസൻ. ഏതാനും നാൾ മുമ്പ് ഒരു പിടി ചാരമായി പോയ മരുമകനെക്കുറിച്ചാകാം മനസ്സിൽ. ശവദാഹം നടത്തിയെടുത്ത് ഇപ്പോൾ ചെറിയൊരു മൺകൂനയാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ ആ മൺകൂനയും നികരും. അങ്ങനെയൊന്ന് അവിടെ ഉണ്ടായതായേ തോന്നില്ല. എല്ലാവരുടെ മനസ്സിൽ നിന്നും മായും. എല്ലാം ശാന്തമാകും. ക്രമേണ വിഷ്ണു എന്നൊരാൾ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നതിനപ്പുറം അതാരിലും പ്രത്യേകിച്ചൊരു പ്രതികരണവും ഉണ്ടാക്കില്ല. ഒരാൾക്കൊഴിച്ച് തൻ്റെ മകൾക്ക്. അതിനുവേണ്ടി മാത്രമായിട്ടിതാ അവളുടെ ഗർഭപാത്രം സജീവമായിരിക്കുന്നു. അവളുടെ മനസ്സിലും ശരീരത്തിൻ്റെ ഓരോ അണുവിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്ത് ചെന്ന് നിന്ന ലീലാവതിയോട് ശ്രീനിവാസൻ ചോദിച്ചു, ഇനി നമ്മൾ എന്തിനിവിടെ നിൽക്കണം? പോകാം അല്ലേ? ഭർത്താവിൻ്റെ സ്വരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വേദന അത്രയും അതേ അളവിൽ നിന്ന ലീലാവതി അറിഞ്ഞു. ഇനി അവളെ പറിച്ചു നടാമെന്ന് ഈ ജന്മം നമ്മൾ കരുതണ്ട അല്ലേ? വീണ്ടും അയാൾ ചോദിച്ചു. അതേ എന്ന് ലീലാവതി തലയാട്ടി. പിന്നെ നമ്മൾ കാക്കുന്ന എന്തിന്? അവിടെ കുട്ടികളും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഭർത്താവ് ആകെ നിരാശനായിരിക്കുന്നു എന്ന് ലീലാവതി അറിഞ്ഞു. മുത്തശ്ശനാകാൻ എത്ര ധൃതി പിടിച്ച ആളാണ്. നീ ചോദിക്കടി മോളോട് ഇതെന്ത് പ്ലാനിങ് ആണെന്ന്. പലപ്പോഴും തന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. വിനുവിൻ്റെ ഒപ്പം തന്നെ തൻ്റെ അയൽവക്കത്ത് നിന്ന് വിവാഹം ചെയ്ത് വിട്ട പെൺകുട്ടി പ്രസവിച്ചപ്പോഴും ശ്രീനിവാസൻ അക്ഷമനായി. ആ കുഞ്ഞിന് 2 വയസ്സായപ്പോൾ ക്ഷമയറ്റു. നിർബന്ധം കൂടിയപ്പോൾ മകളോട് താൻ ചോദിക്കുകയും ചെയ്തു. നാണം പുരണ്ട ചിരി മാത്രമായിരുന്നു അന്ന് മറുപടി. എന്നിതാ ആഗ്രഹം സഫലമായിരിക്കുന്നു. പക്ഷേ സന്തോഷിക്കാനാവുന്നില്ല. അതാണല്ലോ സങ്കടവും. കൊട്ടാരപ്പറമ്പിലെ മുറ്റത്ത് ചാരു കസേരയിൽ കിടക്കുകയാണ് അനന്തു. പടിഞ്ഞാറ് അസ്തമിക്കാൻ കോപ്പ് കൂട്ടുന്ന സൂര്യൻ. തെങ്ങിൻ തോപ്പുകൾക്കപ്പുറത്ത് സന്ധ്യയുടെ ചുവപ്പ് രാശി, സന്ധ്യയുടെ കുളിർമയുള്ള കാറ്റ്. അതൊന്നും അനന്തുവിൻ്റെ ശ്രദ്ധയിലില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരേ ഒരു രൂപം, വലിയമ്മ പിടിച്ചഴിക്കുന്ന ഒരു വെള്ളത്തുണിത്തുമ്പ്. അതിനപ്പുറത്ത് കണ്ടത് ഒരു ഗ്രീക്ക് പ്രതിമ. അംഗപ്രത്യംഗം പണിക്കുറ്റം തീർത്ത് അഴക് ചാലിച്ച് തേച്ച പ്രതിമ. കണ്ടു ആ രൂപം അപ്പാടെ. അന്നോളം കാണാത്ത അർത്ഥങ്ങൾ കണ്ട കാഴ്ച. ആ മിഴികൾ, അതരങ്ങൾ, നിറഭേദങ്ങൾ. അനന്തുവിൻ്റെ മനസ്സിൽ ആ നിറഭേദങ്ങൾ അഗ്നിയുടെ രൂപത്തിൽ ആളിത്തുടങ്ങുകയാണ്. മുൻപിൽ ആ രൂപം നീണ്ടിരുന്ന ആ മുടിയിഴകളിൽ, മനോഹരങ്ങളായ മിഴികളിൽ, ചുവന്ന അതരങ്ങളിൽ, തൊടുത്ത കവിളണകളിൽ ഒക്കെ അവൻ കൈത്തല ഓടിക്കുന്നു. അതരങ്ങൾ അമർത്തുന്നു. ഛേ ഛേ. അനന്തു തല കുടഞ്ഞു. കൈ ചുരുട്ടി കസേരന്മേലേക്ക് ഇടിച്ചു. ഛേ, ആ രൂപം മനസ്സിൽ നിന്ന് എങ്ങനെ മായ്ക്കും? ചിന്തകൾ കാട് കയറുന്നു. തീ പടരുന്നു. 6 മാസമേ വിഷ്ണുവിന് തന്നേക്കാൾ മൂപ്പുള്ളൂ. എന്നാലും ചേട്ടനാണ് വിനുച്ചേട്ടത്തി. അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതാ എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. എല്ലാം. രാജു ഓഫീസിൽ നിന്ന് വരുമ്പോൾ അനന്ത് മുറ്റത്തിരിക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. എടാ, നീ വിശേഷം അറിഞ്ഞോടാ? ചേട്ടനാണെങ്കിലും വിളിക്കുന്നത് എടാ പോടാ എന്നൊക്കെയാണ്. അനന്തു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൻ ചോദ്യഭാവത്തിൽ മൂളി. വിഷ്ണു പോകും മുമ്പ് കാര്യം പറ്റിച്ചിരിക്കുന്നു, രാജു പറഞ്ഞു. അവൻ്റെ മുഖത്ത് സഹതാപമോ സന്തോഷമോ ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം പറ്റിച്ചെന്നോ? എന്ത് കാര്യം? വിനുവേട്ടത്തി പ്രഗ്നൻ്റ് ആടാ. അനന്തുവിലൊരു നടുക്കം. ഡോക്ടർ സൂസന്നെ എന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു. ശാന്തിയിൽ അതിൻ്റെ ആഹ്ലാദമാണിപ്പോൾ. കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെ തളർന്നു തൂങ്ങിപ്പോയി അനന്തു. കഷ്ടം. ഇനി വിനുവേട്ടത്തിയുടെ കാര്യം പോക്കാം. എന്ത് കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന ശീലമാണ് രാജുവിന്. അവൻ തൻ്റെ അഭിപ്രായം പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പ്രഭാകരനും രാജേശ്വരിയും ശാന്തിയിലാണ് മിക്കപ്പോഴും. കൊട്ടാരപ്പറമ്പിൽ അനന്തവും രാജുവും വെപ്പുകാരി തള്ളയുണ്ട്. ചേട്ടത്തിയേ ചായ.
രാജുവിൻ്റെ ശബ്ദം അകത്ത് കേട്ടു. അനന്തു ശക്തിയായി കുടഞ്ഞു. തല. വീണ്ടും കൈ ചുരുട്ടി കസേര കൈന്മേൽ ആഞ്ഞിടിച്ചു. തല പൊട്ടിപ്പിളരുന്ന വേദനയോടെ അവൻ തലയിട്ട് ഉരുട്ടി. ശ്രീനിവാസനും ലീലാവതിയും പോകാൻ തയ്യാറാവുകയായിരുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നോ തങ്ങളുടെ ആവശ്യം ഇനിയില്ല എന്നോ ഉള്ള തോന്നലോ നിരാശയോ അവരെ ബാധിച്ചിരുന്നു. അവർ പോകാനൊരുങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി വിനുവിൻ്റെ പ്രഖ്യാപനം. ഞാനും വരുന്നു. ലീലാവതി അമ്പരന്നു. അച്ഛനും അമ്മയും പോകുമ്പം എന്നെ കൂടി കൊണ്ടുപോകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഇന്നത് പറ്റി ഞാൻ വരണ്ടേ? വിനു ചോദിച്ചു. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? നിനക്ക് എപ്പോഴും വരാമല്ലോ, നിന്റെ വീടല്ലേ അത്. ലീലാവതി അവളെ തലോടി. ഞാനും വരുന്നമ്മേ. അനുവിനെയും ആനന്ദിനെയും കാണണം. കുറച്ച് ദിവസം അവരോടൊപ്പം കഴിയണം. വല്യമ്മച്ചയും കാണണം. വിനു പറഞ്ഞു. എൻ്റെ മോള് പോര് അമ്മയുടെ കൂടെ, അവർ പറഞ്ഞു. അരുന്ധതിയും എതിരഭിപ്രായം പറഞ്ഞില്ല. വിനുവിൻ്റെ മനസ്സ് നയിക്കുന്ന വഴിയെ നീങ്ങട്ടെ, അതാണിപ്പോൾ അവൾക്ക് നല്ലത് എന്നാണ് അരുന്ധതിക്കും തോന്നിയത്. ശ്രീനിവാസനോടും ലീലാവതിയോടും ഒപ്പം വിനു പോയി. അരുന്ധതിക്ക് ഇന്ദിര കൂട്ടായി. രാജേശ്വരിയും പ്രഭാകരനും ഉണ്ട്. ചിറ്റയെഴുത്ത് തറവാട്ടിൽ വിനുവിൻ്റെ ആഗമനം ആശ്വാസവും സന്തോഷവും പകർന്നു. അനുവും ആനന്ദും വല്യമ്മയും വിനുവിൻ്റെ മനസ്സിനും ഒരു ചേഞ്ചായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിനുവിൻ്റെ മുഖത്തും തെല്ല് തെളിച്ചമായി. സന്തോഷമില്ലെങ്കിലും ആ മിഴികളിലെ നനവില്ലാതായി. മറ്റുള്ളവർക്കൊപ്പം ഇരുന്ന് തെല്ലെങ്കിലും ആഹാരം കഴിക്കുമെന്നായി. 2 ആഴ്ച കഴിഞ്ഞു. ഒരു ദിവസം ലീലാവതി വിനുവിനെ സമീപിച്ചു. പകൽ അനു കോളേജിൽ, ആനന്ദ് സ്ഥലത്തില്ല. മുറിയിൽ കിടക്കുകയായിരുന്നു അവൾ. മോളെ. ലീലാവതി അവളുടെ അടുത്തിരുന്നു. ദേഹത്ത് തലോടി. വിനു അമ്മയെ നോക്കി. ഞാൻ 3 പ്രസവിച്ചതാണ്. നിങ്ങളെ 3 പേരെയും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് ഞാൻ കരുതുന്നതും. എന്താ അമ്മ ഈ പറയുന്നത്? ഒരു മുഖപുര പോലെ? വിനു ചോദിച്ചു. ഒരു മുഖപുരയാണെന്ന് കരുതിക്കോളൂ. അമ്മ പറയൂ. 25 വയസ്സേ ഉള്ളൂ നിനക്ക്. നിന്റെ ഭാഗ്യത്തിൽ ഒരുപാട് സന്തോഷിച്ചവരാണ് ഞാനും നിന്റെ അച്ഛനും. ഇപ്പോൾ അതിലിരട്ടി സങ്കടപ്പെടുന്നു. നിനക്ക് മറ്റൊരു ജീവിതമുണ്ടായാലേ ഞങ്ങൾക്ക് സമാധാനിക്കാനാവും മോളെ. മറ്റൊരു ജീവിതമോ? ഇനിയോ? വിനു എണീറ്റിരുന്നു. അറിയാതെ അടിവയറിന്മേൽ വലത് കരം വെച്ചുപോയി. അതെ മോളെ, നിന്റെ അച്ഛന് തീരെ മനസമാധാനമില്ല. അച്ഛന് ഉറക്കം പോലുമില്ല. അമ്മ കാര്യം പറയൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് മോൾ മുഖവിലക്കെടുക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനുമല്ല. എന്നാലും എന്നെങ്കിലും നീ മറ്റൊരു ജീവിതം കണ്ടെത്തണം. ഞാൻ പറയുന്നത് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. വിനു അമ്മയെ നോക്കി. എന്നെങ്കിലും കണ്ടെത്തണം ജീവിതം അല്ലേ? അതിപ്പോഴേ പറയുന്ന എന്തിനാ? എന്ന് കണ്ടെത്താൻ ശ്രമിച്ചാലും അന്ന് തടസ്സമാകുന്ന ഒന്ന് ഇപ്പോഴുണ്ട് മോളെ. വിനു അമ്മയെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ആ കണ്ണുകളൊന്ന് കുറുകി. നിന്റെ വയറ്റിൽ കിടക്കുന്ന അമ്മേ, വിനു ഉറക്കെ വിളിച്ചു. ദൈവദോഷമാണ് മോളെ ഞാൻ പറയുന്നത്, അറിയാം. എന്നാലും നിന്റെ ഭാവിക്ക് വേണ്ടിയാകുമ്പോൾ ദൈവം പൊറുക്കുമെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. ആരും അറിയില്ല. അരുന്ധതി ചേച്ചിയോട് എന്തെങ്കിലും പറയാം. ഇപ്പോഴായാൽ ഒട്ടും വിഷമം ഉണ്ടാകില്ല. നമുക്കൊരു ഡോക്ടറെ കാണാം. 5 നിമിഷം കൊണ്ട് എല്ലാം തീരും. എല്ലാം. ലീലാവതി പറഞ്ഞു. എല്ലാം തീരും, എല്ലാം. എങ്കിൽ പിന്നെ താമസിക്കുന്ന എന്തിനാ? ഞാനും തീരട്ടെ, ഞാനും. കട്ടിലിൻ്റെ ക്രാസിന്മേൽ വീണു തൻ്റെ തല ആഞ്ഞടിച്ചു. നെറ്റി പൊട്ടി ചോര വന്നു. അയ്യോ മോളെ. വലിയമ്മയും ശ്രീനിവാസനും പാഞ്ഞെത്തി. എന്താ ഉണ്ടായേ? ശ്രീനിവാസൻ വെപ്രാളത്തോടെ ചോദിച്ചു. അയ്യോ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? വലിയമ്മയും സങ്കടത്തോടെ വിനുവിനെ കടന്നു പിടിച്ചു. അയ്യോ ചോര. വലിയമ്മ ഉറക്കെ കരച്ചിലായി. വലിയമ്മയുടെ വലത് കൈയിൽ ചോരയുടെ നിറം. ലീലേ, നീ എന്താടി ചെയ്തത് എൻ്റെ കുട്ടിയെ? വലിയമ്മ ദേഷ്യത്തോടെ നോക്കി. ശ്രീനിവാസന്റെ അമ്മയാണ്. 80 വയസ്സാകുന്നു. പഞ്ഞിക്കുടം പോലെ നരച്ച തല. ലേശം ചുളിവുകളുണ്ടെങ്കിലും നന്നേ വെളുത്ത ഐശ്വര്യം നിറഞ്ഞ മുഖം. സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല 2 മടക്കുണ്ട് കഴുത്തിൽ. വെള്ള സെറ്റും മുണ്ടും വെള്ള ബ്ലൗസും വേഷം. വെടിപ്പായേ നടക്കൂ. കുട്ടികളെ തല്ലുന്നതോ ശാസിക്കുന്നതോ പോലും ആ അമ്മയ്ക്ക് സഹിക്കാനാവില്ല പണ്ടേ തന്നെ. അതുകൊണ്ടാണ് അവർ ദേഷ്യപ്പെട്ടത്. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെയാണ് ലീലാവതി നിന്നിരുന്നത്. പറ മോളെ, എന്താ ഉണ്ടായേ? വലിയമ്മ വീണ്ടും ചോദിച്ചു. മുഖം പൊത്തി കരയുകയാണ് വിനു. ചോര പറ്റിയ കൈത്തലം മുഖത്തു നിന്ന് തെല്ല് മാറ്റിക്കൊണ്ട് അവൾ തേങ്ങി പൊട്ടി. അച്ഛൻ കൂടി സമ്മതിച്ചിട്ടാണോ അമ്മ എന്നോട് ഇത് പറഞ്ഞത്? ശ്രീനിവാസന് നാവ് കെട്ടപ്പെട്ടു. ആത്മഹത്യ ചെയ്യണമെന്ന് പലവട്ടം ആലോചിച്ചതാണ് ഞാൻ. ചെയ്തു പോകുമായിരുന്നു ഞാൻ. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ ലക്ഷ്യം ഈശ്വരൻ കനിഞ്ഞു നൽകിയത്. വിനു തെല്ല അമർഷത്തോടെ പറഞ്ഞു. ഇത് ഞാൻ ഇല്ലാതാക്കണമല്ലേ? എന്നിട്ട് ഞാൻ മറ്റൊരുത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണണമല്ലേ? ഇല്ല, നിങ്ങൾ എന്നെ ഇനി കാണില്ല.
കാണില്ല. വിനു ചോര പറ്റിയ കൈത്തലം കൊണ്ട് തന്നെ തലയിൽ ആഞ്ഞടിച്ചു. എന്നെ കൊണ്ട് ശല്യമായെങ്കിൽ ഞാൻ ചാകട്ടെ. അവൾ വീണ്ടും വീണ്ടും തലക്കടിച്ചു. എന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നേ? വലിയമ്മ ചെവി പൊത്തിപ്പിടിച്ചു. ശ്രീനി, അവർ വിളിച്ചു. എന്താടാ കുട്ടി പറയുന്നേ? എടാ എന്താണെന്ന്? ഒന്നുമില്ല, അമ്മ പോയി കിടക്ക്. ശ്രീനിവാസൻ വലിയമ്മയെ രംഗത്ത് നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. മഹാപാപം, മഹാപാപം, ശിവ മഹാപാപം. കാലത്തിന്റെ പോക്കേ. ലീലേ, നീയും കൂട്ടു നിൽക്കോ മഹാപാപം ചെയ്യാൻ? പ്രായം എത്രയായെങ്കിലും കേൾവിക്ക് ഒരു കുറവും വന്നിട്ടില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മേ? ശ്രീനിവാസന് ദേഷ്യം വന്നു. വാർദ്ധക്യത്തിനു മേലുള്ള അടക്കിയ ശാസനം. ഞാൻ പോണപ്പാ, വലിയമ്മ ഇഷ്ടക്കേടോടെ അതിലേറെ തന്നെ ശാസിച്ചതിലുള്ള ദേഷ്യത്തോടെ പറഞ്ഞു. ആ കുഞ്ഞിനെ നിങ്ങൾ രണ്ടാളൂടെ പച്ചയ്ക്ക് തിന്നാണ്ടിരുന്നാ മതി. അതൊരു വയറ്റുകണ്ണിയാ. വലിയമ്മ തൻ്റെ മുറിയിലേക്ക് പിൻവലിഞ്ഞു. ശ്രീനിവാസൻ മകൾക്ക് നേരെ തിരിഞ്ഞു. വിനു, ഞങ്ങൾ പറഞ്ഞത് പറയണ്ട. വിനു കൈയെടുത്ത് വിലക്കി. എന്നെ ആദ്യം തന്നെ കൊണ്ടുപോരാൻ നിങ്ങൾ രണ്ടാളും ശ്രമിച്ചു. അന്ന് ഞാൻ വരില്ലാന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മുൻപിൽ മരണം മാത്രമായിരുന്നു ഏക വഴി. ആ വീട്ടിൽ കിടന്ന് മരിക്കാൻ ഞാൻ കൊതിച്ചു. പക്ഷേ പിന്നീട് മരണത്തെ തട്ടിമാറ്റി. ലക്ഷ്യം മുൻപിലെത്തിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. എൻ്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. അതാണ് കൂടെ പോന്നത്. തേങ്ങി പൊട്ടിക്കരഞ്ഞ് അവൾ തുടർന്നു. പക്ഷെ ചതിയായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ. എന്നെ കൊല്ലാതെ കൊല്ലാനായിരുന്നു പ്ലാൻ അല്ലേ? ഇത്രയ്ക്ക് ദുഷ്ടരാകാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ കഴിഞ്ഞു? മകളുടെ വാദമുഖങ്ങൾക്ക് മറുപടി പറയാൻ ലീലാവതിക്കായില്ല. ശ്രീനിവാസനും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞത്. താൻ പറഞ്ഞതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നതേയില്ല. 10 മാസം ചുമന്ന് അവൾ ഈ പ്രസവിക്കും. ആ കുഞ്ഞിൻ്റെ മേലാകും ഉയിര്. അതെ, മറ്റൊരരുന്ധതി. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക്, എന്നും ഒറ്റയ്ക്ക്. ഇന്ന് 29 വർഷം മുമ്പ് അരുന്ധതി വിധവയായി. അന്ന് മറ്റൊരു വിവാഹം അവർ ചെയ്യാൻ സമ്മതിച്ചിരുന്നെങ്കിലോ? ഇന്ന് വിഷ്ണു നഷ്ടപ്പെട്ടപ്പോൾ അവർ ഒറ്റയ്ക്കാവില്ലായിരുന്നു. പെരുവഴിയിൽ നിൽക്കുന്ന തെരുവ് തെണ്ടിയെപ്പോലെ ലക്ഷ്യമറ്റ നിൽപ്പാകുമായിരുന്നില്ല. ദീനതയുടെ മേൽപോട്ട് മിഴികൾ ഉയർത്തേണ്ടി വരുമായിരുന്നില്ല. വിഷ്ണുവിനെ പോലെയുള്ള മക്കൾ വീണ്ടും പിറക്കുമായിരുന്നു. ഈ പ്രായത്തിലും മുഖമൊളിപ്പിക്കാനും സങ്കടം പറയാനും ഒരു പങ്കാളി ഉണ്ടാകുമായിരുന്നു. അരുന്ധതി അന്നത് സമ്മതിച്ചില്ല. മരിച്ചുപോയ ഭർത്താവിനോടുണ്ടായ ഭ്രാന്തമായ സ്നേഹം, അടുപ്പം, അത് ത്യജിക്കാൻ തയ്യാറായിരുന്നില്ല അവർ. ഇന്ന് വിനുവും ആ ഭ്രാന്തമായ സ്നേഹത്തിന്റെ വലയത്തിലാണ്. അതവൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ഈ ഭ്രാന്ത് പറച്ചിലും ചേഷ്ടകളും. പക്ഷേ പറയുന്നെങ്കിൽ ഇപ്പോൾ വേണം പറയാൻ, ഇപ്പോൾ വേണം ചെയ്യാൻ. അതിനപ്പുറത്തേക്ക് പോയാൽ സമയം കഴിയും, പിന്നൊന്നും ചെയ്യാനാവില്ല. അതാണിപ്പോൾ പറഞ്ഞത്. അനന്തുവിനെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായല്ലോ രാജേശ്വരി. ഒരു ദിവസം അരുന്ധതി പറഞ്ഞു. അരുന്ധതിക്ക് രാജുവിനേക്കാൾ പ്രിയം അനന്തുവിനോടാണ് എപ്പോഴും. വിഷ്ണുവിൻ്റെ അതേ പ്രായം, 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും ഒരുപോലെ വളർന്നവർ. ചെറുപ്പത്തിൽ ഒരുമിച്ചായിരുന്നു നടപ്പും കളിയും സ്കൂളിൽ പോക്കും ഒക്കെ. വിഷ്ണുവിൻ്റെ നല്ല ചായയുണ്ട് അനന്തുവിന്. വിഷ്ണുവിനോടുള്ളത്ര സ്നേഹം അരുന്ധതിക്ക് അവനോടുമുണ്ട്. അതുകൊണ്ടാണ് തൻ്റേതായ എല്ലാ സങ്കടങ്ങൾക്കിടയിലും അനന്തുവിൻ്റെ അഭാവം അവർ തിരിച്ചറിഞ്ഞത്. ശരിയാണല്ലോ, രാജേശ്വരിയും പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ. ഒപ്പം ഒരുമിച്ചൊക്കെ കളിച്ചു നടന്നതല്ലേ, ഇന്ദിര പറഞ്ഞു. ഓർക്കുമ്പോൾ വിഷമമില്ലാണ്ടിരിക്കോ അനന്തക്കുട്ടനും? അതാവും വരാത്തത്. അതിന് വരാതിരിക്കുക വേണ്ടത്? അരുന്ധതി ചോദിച്ചു. അവൻ വന്നാൽ അവൻ്റെ ദണ്ണവും എൻ്റെ ദണ്ണവും പറഞ്ഞു തീർക്കാമല്ലോ. ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കാൻ ചേട്ടത്തി, പ്രഭാകരൻ പറഞ്ഞു. പ്രഭാകരൻ കൊട്ടാരപ്പറമ്പിലേക്ക് ചെല്ലുമ്പോൾ അനന്ത സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഡ്രസ്സ് മാറ്റി ധരിച്ച് വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രഭാകരൻ ഉമ്മറത്തെ ചാരു കസേരയിലുണ്ട്. അനന്തു ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രഭാകരൻ ചോദിച്ചു, നീ എങ്ങോട്ടാ അനന്തു? ശാന്തിയിലേക്കാ? അല്ല, അനന്ത തിടുക്കത്തിൽ പറഞ്ഞു. ക്ലബിലേക്കാ? ചേട്ടത്തി അന്വേഷിച്ചു നിന്നെ. നീ എന്താ ഇപ്പൊ അതുവഴി പോകാത്തത്? ഒന്നുമില്ല, അനന്തു പരുങ്ങല്ലായി. നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലച്ചാ. എന്തോ ഉണ്ടെന്ന് തന്നെ പ്രഭാകരന്റെ മനസ്സ് പറഞ്ഞു. അനന്തുവിൻ്റെ മുഖം വാടിയിരുന്നു. എടാ, സങ്കടമുണ്ട്. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഈ എനിക്കും ഉണ്ട്, പ്രഭാകരൻ തുടർന്നു. എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുക വേണ്ടത്? നീ ചെന്നാൽ ചേട്ടത്തിക്ക് അതൊരു ആശ്വാസമാടാ. അവർ നിന്നെ ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് തിരക്കുന്നു. നിന്നെ കാണണമെന്ന് വെച്ച് അവരിങ്ങോട്ട് വരണോടാ. അനന്തു മിണ്ടിയില്ല. പാവം, ഇപ്പോൾ വിനുവും കൂട്ടത്തിലില്ല. അവരുടെ ഒരു സങ്കടപ്പെടാൻ തന്നെയാ ആ ജന്മമെന്ന് തോന്നുന്നു.
ഞാൻ പോകാച്ചാ, അനന്ത് പറഞ്ഞു. വിനു അവിടെ ഇല്ലെന്നറിഞ്ഞു നടക്കുമ്പോൾ അനന്ത് ഓർത്തു. എന്നിട്ടും പോകാൻ മടിച്ചു. വല്ലാത്തൊരു ജാള്യം ഉള്ളിനെ പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു. അതാണ് മടിച്ചത്. അരുതാത്തത് മനസ്സിൽ ചിന്തിച്ചിട്ട് അവിടെ കയറുന്നതെങ്ങനെ? എങ്കിലും പോകാൻ തീരുമാനിച്ചു. വലിയമ്മ അന്വേഷിക്കുന്ന സ്ഥിതിക്ക് ചെന്നില്ലെങ്കിൽ കാരണം ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനാകും താൻ. അത് വേണ്ട. അനന്തു ശാന്തിയിലേക്ക് ചെന്നു. ഹാളിലെ സ്വീകരണ മുറിയിൽ ഷോക്കേസിനുള്ളിലാണ് പൊടി പോലും തട്ടാതെ വിഷ്ണുവിന്റെ സർപ്രൈസ് സമ്മാനം സൂക്ഷിച്ചിരിക്കുന്നത്. വെള്ളാരം കല്ലുകൾ പോലുള്ള കുഞ്ഞു കണ്ണുകൾ മിഴിച്ചു നോക്കിക്കൊണ്ട് എന്നെ എടുത്തോളൂ എന്ന് പറയത്തക്ക വിധം കയ്യും നീട്ടി ആ പാവക്കുട്ടി അങ്ങനെ നിന്നു. ഏതു സമയവും അരുന്ധതി ഹാളിലെ സെറ്റിയിൽ കിടക്കും. എന്നിട്ട് നോക്കും ആ ഷോക്കേസിലേക്ക്. മനസ്സുകൊണ്ടെങ്കിലും അമ്മയെ മുത്തശ്ശിയാകാൻ വേണ്ടി മകൻ അവസാനമായി വാങ്ങിവെച്ച സമ്മാനം നോക്കി നോക്കി കിടക്കെ മകൻ കുഞ്ഞായി ആ ഷോക്കേസിനുള്ളിൽ ഇരിക്കുന്നു എന്ന് തോന്നും. കരയും. അങ്ങനെ ഒരു കരച്ചിലിന്റെ വക്കോളം എത്തി നിൽക്കുകയായിരുന്നു അരുന്ധതി. അനന്തു ചെല്ലുമ്പോൾ, മോനെ. അരുന്ധതി അവനെ പിടിച്ച് അരികിലിരുത്തി. അവന്റെ ദേഹം ആകെ തലോടി. അവന്റെ നെറ്റിമേൽ ഉമ്മ വെച്ചു. എൻ്റെ മോനെ, നീ എങ്കിലും ഇവിടെ വന്ന് ഈ വല്യമ്മയുടെ അടുത്ത് ഇത്തിരി നേരം ഇരിക്കാഞ്ഞത് എന്താടാ? അത് അനന്ത് വാക്കുകൾക്കായി ഒന്ന് തപ്പി. ഞാൻ വന്നാൽ ഇതുപോലെ വല്യമ്മ സങ്കടപ്പെടുമെന്ന് എനിക്കറിയാം. ഈ സങ്കടം കാണാതിരിക്കാനാണ് ഞാൻ വരാതിരിക്കുന്നത്. അവനൊരു കള്ളം പറഞ്ഞു. അരുന്ധതി തൻ്റെ കണ്ണീർ തുടച്ചു. തേങ്ങലടക്കാൻ ശ്രമിച്ചു. ഇല്ലട കുട്ട, ഞാൻ കരയണില്ല. ഇനി ഞാൻ കരയണത് എന്തിനാടാ? നീ അറിഞ്ഞില്ലേ, നമ്മുടെ വിനു ഗർഭിണിയാടാ. ഒരു കുഞ്ഞുണ്ടാകുന്നു ഇവിടെ. ആ, വിനു എന്ന് പേര് കേട്ടതോടെ അനന്തുവിന് വീണ്ടും ചമ്മലായി. പാവം, എൻ്റെ കുഞ്ഞത് അറിയാണ്ട് പോയി. കണ്ടില്ലേ അവൻ പാവക്കുട്ടിയെ അയച്ചു തന്നത്? എൻ്റെ മോൻ്റെ ഉള്ളിൽ എന്തോരോ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ആശകളൊക്കെ ഒതുക്കിക്കൊണ്ട് അവൻ്റെ ജീവൻ പോയി. അരുന്ധതി വീണ്ടും വിമ്മിപ്പൊട്ടി. അവിടുത്തെ പ്രശ്നം തീർന്നാലുടനെ ക്യാൻസലാക്കിയ അവധി കിട്ടും. അപ്പോൾ എൻ്റെ കുട്ടി ഓടി വരും. ഒപ്പം പോകാൻ തയ്യാറായി നിന്നോക്കണമെന്ന് അവിടുന്ന് അവൻ കത്തെഴുതി. ഇപ്പോൾ അതിർത്തിയിലെ പ്രശ്നമൊക്കെ തീർന്നില്ല അനന്തു. എൻ്റെ കുഞ്ഞു മാത്രം വന്നില്ല. അരുന്ധതി എത്ര ശ്രമിച്ചിട്ടും വാവിട്ട് കരഞ്ഞുപോയി. ജീവൻ പോകുമ്പോൾ അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ അനന്തു, എന്നെ ഒന്ന് കാണാൻ, വിനുവിനെ ഒന്ന് തൊടാൻ, ഒരിറ്റ് വെള്ളം നാവിൽ ഇറ്റിച്ച് കിട്ടാൻ. വലിയമ്മേ. അനന്തുവിന് സങ്കടം വന്നു. അവൻ്റെ കണ്ണുകൾ നനവാർന്നു. ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അവൻ അരുന്ധതിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കുത്തിപ്പിളർന്നെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാ ഒരു യുദ്ധം അല്ലേ മോനെ? വലിയമ്മ എണീറ്റെ. അനന്തു അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ കരച്ചിൽ തന്നെ, ഈ കണ്ണീര് തന്നെ വിനുകുഞ്ഞോട് പോയപ്പോൾ തൊട്ട് ഇതാ പണി. എല്ലാം കേട്ട് അടുത്ത് നിന്നിരുന്ന ഇന്ദിര പറഞ്ഞു, അതിവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് കാണുമെന്ന് പറഞ്ഞ് കരച്ചിൽ ഒതുക്കുമായിരുന്നു. ഇപ്പം കരയാൻ സ്വാതന്ത്ര്യമായല്ലോ. കരച്ചിൽ തന്നെ കരച്ചിൽ. എൻ്റെ ഈശ്വര, എന്നാണ് ഈ കണ്ണീരൊന്ന് തോരുക? അനന്തു മറുപടി പറഞ്ഞില്ല. ഇന്ദിര അത് പ്രതീക്ഷിച്ചതുമില്ല. അനന്തു അരുന്ധതിയെ മുറിയിലാക്കി ബെഡിൽ കിടത്തി കുറച്ചു സമയം കൂടെ ഇരുന്നു സമാധാനിപ്പിച്ചു. ആ സങ്കടം ഒന്ന് ഒട്ടൊടുങ്ങിയപ്പോൾ അനന്തു പോകാനൊരുങ്ങി. ഇന്ന് നീ പോകല്ലേ കുട്ടാ, നീ ഇന്ന് വല്യമ്മയുടെ അടുത്തിരിക്കെ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അരുന്ധതി അവൻ്റെ കൈന്മേൽ നിന്ന് പിടിവിട്ടില്ല. ശരി, ഞാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട്, വല്യമ്മയുടെ അടുത്തുണ്ട്, പോരെ? അനന്ത് സമ്മതിച്ചു. എന്തു വേണമെങ്കിലും പറഞ്ഞോ. അരുന്ധതിക്ക് സന്തോഷമായി. അവർ കണ്ണീരടക്കി എഴുന്നേറ്റു. ഇന്ദിരയോടൊപ്പം അടുക്കളയിലേക്ക് ചെന്നു. ഇന്ന് അനന്തു ഇവിടെ ഉണ്ടാകും. അവൻ്റെ ഇഷ്ടമൊക്കെ അറിയാലോ. അതൊക്കെ ഇന്ന് ഉണ്ടാക്കണം. അരുന്ധതിയുടെ ഉത്സാഹവും സന്തോഷവും കണ്ടപ്പോൾ പണി ചെയ്യാൻ ഇന്ദിരയ്ക്ക് സന്തോഷമായി. ശ്രീനിവാസനും ലീലാവതിയും കൂടി ഒരു മരിച്ചടക്കിന് പോയി. അനു കോളേജിലും. ആനന്ദ് പഠിത്തം കഴിഞ്ഞു. എങ്കിലും വയറിങ്ങോ പ്ലംബിങ്ങോ അങ്ങനെയുള്ള റിപ്പയറിംഗ് പണിയുമായി ബന്ധപ്പെട്ട് പകൽ വീട്ടിലുണ്ടാകാറേയില്ല. സ്വന്തമായി ചില്ലറ ഒപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. വലിയമ്മയുടെ അടുത്ത് വിനുവിനെ ഏൽപ്പിച്ചിട്ടാണ് ശ്രീനിവാസനും ലീലാവതിയും പോയത്. പരസ്പരം അവരിരുവരും ആശ്രയിച്ചാൽ മതിയല്ലോ. അയൽവക്കത്ത് വിവരം പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചോണേന്ന്. ശ്രീനിവാസനും ലീലാവതിയും വരുമ്പോൾ വലിയമ്മ നല്ല ഉറക്കമാണ്. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. വിനുവിനെ അവിടെ എങ്ങും കാണാനില്ല. വലിയമ്മയെ വിളിച്ചുണർത്തി. പാവം, അവർ ഉറങ്ങിപ്പോയി. വിനു എവിടെയെന്ന് അവർക്കറിയില്ല. അവളെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ വലിയമ്മ ഉറക്കെ നിലവിളിയായി. അയ്യോ, എൻ്റെ കുട്ടി എവിടെ പോയോ? അയ്യോ എൻ്റെ ഈശ്വര, ഈ കുട്ടി എവിടെ പോയോ? ആ നിലവിളി ലീലാവതിയിലേക്കും അനുവിലേക്കും പടർന്നു. ശ്രീനിവാസൻ ആകെ വെപ്രാളമായി. ഇന്നലെ അഹിതമായ ആ പ്രശ്നം ഉണ്ടായി. അവളുടെ ഭാവിക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞു.
അവൾക്ക് സമ്മതമല്ലെങ്കിൽ ഇനി അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയില്ലെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. രാവിലെ സന്തോഷമൊന്നും കാട്ടിയിരുന്നില്ലെങ്കിലും ശാന്തമായതുപോലെ തോന്നിച്ചു. ലീലാവതിയുടെ അനുജത്തിയുടെ നാത്തൂനാണ് മരിച്ചത്. പോകാതിരിക്കാനാവില്ല. അതുകൊണ്ട് മാത്രമാണ് പോയത്. പിന്നു പക്ഷേ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ജീവനൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നവൾ ഇന്നലെ പറഞ്ഞു. ഇനി അങ്ങനെ വല്ലതും? ആൾക്കാർ 4 വശത്തേക്കും പാഞ്ഞു. കിണറും കുളവും തോടും തെരഞ്ഞു. ചിറ്റേഴുത്ത് വീടിന്റെ പിൻവശത്തായി 10-20 ഏക്കർ സ്ഥലം മുഴുവൻ റബ്ബർ തോട്ടമാണ്. കാട് പിടിച്ച റബ്ബർ തോട്ടം. തോട്ടത്തിനുള്ളിൽ പാഴ്ചെടികളും അതിനിടയിൽ വിഷപ്പാമ്പുകളും ധാരാളം. വെട്ടാൻ തുടങ്ങിയ മരങ്ങളല്ല, ചെറു തൈകളാണ്. അതുകൊണ്ട് വഴിയും തെളിച്ചിട്ടുമില്ല. ഉടമസ്ഥൻ ബോംബെയിലായതിനാൽ വലിയ അന്വേഷണവും ഇല്ല. ആൾക്കാർ കമ്പുകളും കോലുകളുമായി ആ തോട്ടത്തിനുള്ളിലേക്ക് കയറി. അതിനുള്ളിൽ അരിച്ചു പെറുക്കി. എങ്ങും വിനുവില്ല. ആ കുട്ടി ഇനി ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയോ? അന്വേഷണത്തിൽ പങ്കെടുത്തവരിൽ 1-2 പേർ സംശയം പ്രകടിപ്പിച്ചു. ആ സംശയം തുടക്കം മുതൽ തന്നെ ശ്രീനിവാസനുണ്ട്, ലീലാവതിക്കും ഉണ്ട്. ഇവിടെ നിന്നാൽ ഇനിയും തങ്ങൾ അവളെ നിർബന്ധിക്കുമെന്നങ്ങാനും ഭയന്നിട്ട് അങ്ങോട്ട് പോയതാകുമോ? പക്ഷേ ഇരുവരും പുറത്തു പറഞ്ഞില്ല. പറഞ്ഞാൽ ഒന്നുകിൽ അത് കേൾക്കുന്നവർ അപ്പോൾ തന്നെ ശാന്തിയിലേക്ക് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ട് പോയെന്ന് വരും. രണ്ടും അപകടമാണ്. വിനു അങ്ങോട്ടല്ല പോയതെങ്കിലോ? അവിടെയും ആകെ പ്രശ്നമാവും. സ്വന്തം മകളെ തങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതും. അരുന്ധതി ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല. പക്ഷേ ചോദിക്കാതിരിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീനിവാസൻ ആകെ പതറി. അരുന്ധതി ഇന്ദിരയും അടുക്കളയിൽ പാചകത്തിന്റെ തിരക്കിലാണ്. അനന്തുവിനെ സൽക്കരിക്കാനുള്ള തിടുക്കം. വിഷ്ണു വന്നതുപോലെ ഒരാഹ്ലാദം. അനന്തു ഹാളിലേക്ക് വന്നു. ആ ഷോക്കേസിന് മുൻപിൽ നിന്നു. കൈകൾ നീട്ടി നിൽക്കുന്ന പാവക്കുട്ടി, ആ കുഞ്ഞിക്കണ്ണുകളിലെ തിളക്കം, ഭംഗിയുള്ള ഫ്രോക്ക്, ഉയർത്തിക്കെട്ടിയ തലമുടി, ആകെ ഒരു ഓമനത്വം. ഡോർ തുറന്ന് അനന്തു ആ പാവക്കുട്ടിയെ കയ്യിലെടുത്തു. വിഷ്ണുവിന്റെ സമ്മാനം. അവൻ തിരിച്ചും മറിച്ചു നോക്കി. അരുമയോടെ തഴുകി ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിക്കുന്ന അത്ര അഴുക്. ഉമ്മ കൊടുക്കുകയായിരുന്നു അനന്തു. അപ്പോഴാണ് ആരോ പുറത്തുനിന്ന് വാതിൽ കടന്നു വരുന്നതായ കാൽപ്പെരുമാറ്റം കേട്ടത്. അനന്തു തിരിഞ്ഞു നോക്കി. വിനു തൊട്ടരികിൽ. അനന്തു വിളറിപ്പോയി. ആകെ ഒന്ന് വിറച്ചു. കയ്യിൽ നിന്ന് ആ പാവക്കുട്ടി വഴുതി താഴേക്ക് വീണുപോയി. വിനുവിൽ നിന്നൊരു തേക്കമുണ്ടായി. അവൾ കുനിഞ്ഞ് താഴെ നിന്ന് ആ പാവക്കുട്ടിയെ എടുത്തു. അത് നെഞ്ചോടടുക്കി പിടിച്ച് അനന്തുവിനെ നോക്കി. അനന്തു അതോടെ ആകെ പരുങ്ങലിലായി. അവളുടെ നോട്ടം ആത്മാന്തരങ്ങളിലേക്ക് കടന്നു കയറുന്നത് പോലെ. അവൾ ഇവിടെയല്ല എന്നുള്ള ഉറപ്പിലാണ് വന്നത്. ഇവളില്ലല്ലോ എന്ന ഉറപ്പിലാണ് ഇന്നിവിടെ കഴിയാമെന്നും പറഞ്ഞത്. ഇനി അറിയാതെ വീണുപോയതാണ്. അനന്തും ഇടയിറക്കി. സോറി, വെരി സോറി. ഞാനിത് അവിടെ തന്നെ വെച്ചേക്കാം. എന്തിനാ അനന്ത് സോറി പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, വിനു ചോദിച്ചു. ആ പാവക്കുട്ടിയെ വെച്ച് നീട്ടുകയും ചെയ്തു. അനന്തു അത് വാങ്ങി. തൻ്റെ കയ്യിൽ വിനുവിൻ്റെ കൈവിരൽ തുമ്പിലെങ്ങാനും തൊട്ടുവോ? അവന് സംശയമായി. അനന്തു പാവക്കുട്ടിയെ പഴയതുപോലെ തിരികെ വെച്ചു. ഡോർ അടച്ചു. അനന്തു ആരോടോ സംസാരിക്കുന്നെന്ന് തോന്നിയപ്പോഴാണ് അരുന്ധതി അടുക്കളയിൽ നിന്ന് വന്നത്. മോളോ? അരുന്ധതിയുടെ മുഖത്ത് വിളക്കിന്റെ ശോഭയായി. എവിടെ നിന്റെ അച്ഛനും അമ്മയും? മിഴികൾ തുളുമ്പുകയാണ് വിനുവിന്. അയ്യോ, ഇതെന്തു പറ്റി? നിന്റെ നെറ്റിയിലെ ഈ ബാൻഡേജ്. അരുന്ധതി വിനുവിന്റെ നെറ്റിയിലെ ബാൻഡേജിന്മേൽ തൊട്ടു. തല ഒന്നിടിച്ചു. വിനു പറഞ്ഞു. കട്ടിലിന്റെ ക്രാസിന്മേൽ. എന്തേ, തല കറങ്ങിയോ നിനക്ക്? ആ, നീ തനിച്ചേ ഉള്ളൂ വിനു. നിന്റെ അമ്മയും അച്ഛനും വന്നില്ലേ? അരുന്ധതി പുറത്തേക്ക് എത്തി നോക്കി. അവിടെ ആരുമില്ലെന്ന് കണ്ട അരുന്ധതിക്ക് അമ്പരപ്പായി. ഞാൻ തനിച്ചു പോന്നു, വിനു പറഞ്ഞു. നീ തനിച്ചു പോന്നുവെന്നോ? നിന്റെ അമ്മ നിന്നെ തനിച്ചു വിട്ടുവെന്നോ? അരുന്ധതിക്ക് അന്താളിപ്പ്. അമ്മയും അച്ഛനും അറിയാതെ പോന്നു. എൻ്റെ ഈശ്വര, എന്താണ് ഈ കുട്ടി പറയുന്നത്? അരുന്ധതി മിഴിച്ചു നിന്നു. അനന്തുവും അന്താളിച്ച് നിന്നുപോയി. എനിക്ക് പോരണോന്ന് തോന്നി പോന്നു, വിനു പറഞ്ഞു. എന്താ എൻ്റെ കുട്ടി നിനക്ക് പറ്റിയത്? എനിക്ക് അവിടെ തീരെ സമാധാനം കിട്ടിയില്ലമ്മേ. അമ്മയുടെ അടുത്ത് വരണമെന്ന് തോന്നി പോന്നു, വിനു പറഞ്ഞു. അരുന്ധതിക്ക് വെപ്രാളമായി. എൻ്റെ ഈശ്വര, ഞാൻ ഇപ്പം എന്താ ചെയ്യുക? എൻ്റെ കുട്ടി, ദിവസവും നീ എന്നെ ഫോണിൽ വിളിച്ചിരുന്നതല്ലേ? ഞാനും വിളിച്ചിരുന്നില്ലേ? നിനക്ക് പോരണോന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വന്ന് കൊണ്ടുപോരുമായിരുന്നില്ലേ? ഇങ്ങനെ പറയാണ്ട് പോരുന്നത് എന്ത് ബുദ്ധിമോശമോ നീ കാട്ടിയത്? അതും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. വഴിയിൽ വെച്ചൊരു വിഷമം തോന്നിയാലോ? ശിവ ശിവ, എൻ്റെ ഗുരുവായൂരപ്പാ. അവർ നെഞ്ചിൽ കൈവച്ചു. പറയാണ്ടാ പോന്നതെന്ന്. അവിടെ ഇപ്പം ആകെ വിഷമമായിട്ടുണ്ടാവും. അനന്തു, നീ ഇവരുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചേ. അനന്തു വിനുവിൻ്റെ വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തു.
അപ്പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം. എടുത്തത് അനുവാണ്. ഹലോ ഹലോ അനന്ത് പറഞ്ഞു. ശാന്തിന്ന് അനന്തുവാണ്. അനുവിന് പരിഭ്രമ സ്വരം. എവിടെ ശ്രീനിയെങ്കിൽ ഒന്ന് വിളിക്കൂ. അച്ഛാ അച്ഛാ അനു വിക്കി. ആരാണ് അനുത്? ചോദ്യത്തോടൊപ്പം ആനന്ദ് റിസീവർ കൈക്കലാക്കി. ആനന്ദ്, ശാന്തിയിൽ നിന്ന് അനന്തുവാണ്. വിനുവേട്ടത്തി ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഈശ്വര. ആനന്ദിൽ നിന്ന് ഒരു നെടുവീർപ്പും ആശ്വാസസ്വരവും. 1 സെക്കൻഡ് അങ്ങനെ പറഞ്ഞ് റിസീവർ വെച്ചിട്ട് അനന്ത് പറയുന്നു, അച്ഛാ അച്ഛാ. അവന്റെ സ്വരം അകലെ കേൾക്കാം. അനന്തുവിന് മനസ്സിലായി വിനുവിന്റെ തിരോധാനം അവിടെ ആകെ പ്രശ്നമായിരിക്കുന്നു. അവർ അന്വേഷണത്തിലാകും. ആനന്ദ് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ആനന്ദ്, വിനുചേട്ടത്തി ഇവിടെ ഒറ്റയ്ക്കാ വന്നത്. ആരും കൂടെയില്ല. ചോദിച്ചപ്പോൾ അവിടെ പറയാതെയാണ് പോന്നതെന്ന് പറഞ്ഞു. വലിയമ്മ ആകെ വിഷമിച്ചിരിക്കുന്നു. അതാണ് വിളിച്ചത്. അനന്ത് വിശദീകരിച്ചു. എന്റെ അനന്തേട്ടാ. കിതപ്പിന്റെ സ്വരം ഫോണിലൂടെ അനന്ത് കേട്ടു. ചേച്ചി ഇത് എന്തു പണിയാണ് കാട്ടിയത്? ഇവിടെ 1 മണിക്കൂറായി ഞങ്ങളും ഈ നാട്ടുകാരും മുഴുവൻ തിരയുന്നു. ആകെ പ്രശ്നമായി പോയി അനന്തേട്ടാ. ആനന്ദിന്റെ ശബ്ദത്തിലൂടെ അവന്റെ വിഷമം അനന്തു അറിഞ്ഞു. അതിലൂടെ മറ്റുള്ളവരുടെയും. അത് സാരമില്ല, എല്ലാവരോടും പറയൂ ചേട്ടത്തി ഇവിടെ സുഖമായിട്ട് എത്തിച്ചേർന്നു എന്ന്. ഇതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അനന്ത് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീനിവാസൻ ഫോണിനരികിലേക്ക് വന്നു കഴിഞ്ഞു. അനന്തു, വിനു എവിടെ? ഒന്ന് കൊടുക്കൂ, ശ്രീനിവാസൻ പറഞ്ഞു. അനന്ത് തിരിഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീനിയങ്കളാണ്, വിനുവേട്ടത്തെ വിളിക്കുന്നു. റിസീവർ വാങ്ങിയത് അരുന്ധതിയാണ്. എന്താ ചേട്ടാ ഇത്? വയസ്സായ വലിയമ്മയുടെ അടുത്താ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്, അതും ഈ അവസരത്തിൽ. അതൊട്ടും ശരിയായില്ല കേട്ടോ, അരുന്ധതി കുറ്റപ്പെടുത്തി. ശ്രീനിവാസന് മറുപടിയില്ല. ഇവിടെ എത്തിയത് കൊണ്ട് കുഴപ്പമില്ല, തനിയെ പോയി മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അരുന്ധതി തുടർന്നു. ഇനി വിനു ഇവിടെ തന്നെ നിന്നോട്ടെ, എനിക്കറിയാൻ നോക്കാൻ. നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. അരുന്ധതി റിസീവർ വെച്ചു. ശ്രീനിവാസനോട് കടുപ്പിച്ച് പറഞ്ഞെങ്കിലും അരുന്ധതി വിനുവിനെ ശകാരിച്ചു. എന്തബദ്ധ വിനു നീ ചെയ്തത്? ഒരു വാക്ക് അയൽവക്കത്തെങ്കിലും പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ നിനക്ക്? നിന്നെ പോലൊരു പെണ്ണിനെ നിന്ന നിൽപ്പിൽ കാണാണ്ടായാൽ അച്ഛനും അമ്മയും എത്രയേറെ വിഷമിക്കുമെന്ന് നീ എന്താ ഓർക്കാത്തത്? ആ നാട്ടിലുള്ളവർ മുഴുവൻ നിന്നെ അവിടെ മാകെ അരിച്ചു പെറുക്കുകയാണ്. വിനു മറുപടി ഒന്നും പറഞ്ഞില്ല. എൻ്റെ കുട്ടി ഈ അമ്മയുടെ അടുത്തുനിന്ന് പറയാതെ പോകുമോ? അരുന്ധതി ചോദിച്ചു. വിനുവിൻ്റെ മിഴികൾ നിറഞ്ഞതേ ഉള്ളൂ. എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഈ അമ്മ വിടും, ഒപ്പം വരാം, പക്ഷേ പറയാണ്ട് പോവരുത്. വിനു അരുന്ധതിയുടെ 2 കൈയും സ്വന്തം കൈയിലേക്ക് എടുത്തു. ഒരു നിമിഷം അവരെ നോക്കിക്കൊണ്ട് പിന്നെ കൈ വിട്ട് സ്വന്തം മുറിയിലേക്ക് ഓടിക്കയറി. വിഷ്ണുവിൻ്റെ ഫോട്ടോ എടുത്തവൾ തൻ്റെ വയറിന് ചേർത്ത് പിടിച്ചു. വിഷ്ണു, നമ്മുടെ ഓമന മുത്തിനെ കഴുകി തുടച്ചു കളഞ്ഞിട്ട് ഞാൻ മറ്റൊരുവൻ്റെ മുൻപിൽ നിൽക്കണമെന്ന് താലിക്കായി? ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഈ മുത്തിനെ കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട വിഷ്ണു, വേണ്ട. ഒരു കുളിർ കാറ്റായി, ഒരു നെടുശ്വാസമായി വിഷ്ണുവിൻ്റെ ആത്മാവ് അവളെ തഴുകുന്നുവോ? ചേട്ടത്തി വന്നില്ലേ വല്യമ്മേ? അനന്ത് പറഞ്ഞു. ഇനി ഞാൻ കൂട്ടുവേണോ? വിനു വന്നെങ്കിൽ എന്താടാ ആനന്ദോ? അരുന്ധതി ചോദിച്ചു. ഇത്രയും ദിവസം കഴിഞ്ഞ് വരികയല്ലേ, വിനുവേട്ടത്തിക്ക് ഒരുപാടൊക്കെ പറയാനുണ്ടാകും. ഞാൻ പിന്നൊരു ദിവസം വരാം. അരുന്ധതിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അനന്ത് മുറ്റത്തേക്കിറങ്ങി രക്ഷപ്പെടുന്ന ഭാവത്തിൽ. വിനു പിന്നീട് ചിറ്റയെഴുത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ടില്ല. അരുന്ധതി വിട്ടതുമില്ല. അവർ തന്നെ അവളെ ഡോക്ടർ സൂസൻ, ശ്രീനിവാസനും ലീലാവതിയും ഫോണിൽ വിളിച്ച് ക്ഷേമാന്വേഷണം നടത്തും. ഇടയ്ക്കൊക്കെ വരികയും ചെയ്യും. വിഷ്ണുവിൻ്റെ അച്ഛൻ്റെയും കുരിയാലയ്ക്ക് മുമ്പിൽ ഒരു സന്ധ്യയ്ക്ക് തിരിവെക്കുകയായിരുന്നു വിനു. ആ കുരിയാലയ്ക്കുള്ളിൽ ഒരു ചെറിയ മൺകുടത്തിൽ വിഷ്ണുവിൻ്റെ ചിതാഭസ്മം വെച്ചിട്ടുണ്ട്. അരികിൽ നിൽക്കുന്ന അരുന്ധതിയോട് അവൾ പറഞ്ഞു, നമുക്ക് ഈ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യണ്ടേമേ? അരുന്ധതി വിനുവിനെ നോക്കി ഒരു നിമിഷം നിന്നു. കൊരിയാലകളിലെ തിരികളിൽ നിന്ന് അവളുടെ മുഖത്തേക്ക് വെളിച്ചമെത്തുന്നുണ്ട്. ആ മിഴികളിലെ നീർമുത്തുകളിലും തിരികളുടെ പ്രതിഫലനം. പോകാം മോളെ, അരുന്ധതി പറഞ്ഞു. തിരുനാവായിൽ പോകാമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ മതി. എന്നാണ് പോകേണ്ടത്? അരുന്ധതി ആരാഞ്ഞു. അതും അമ്മ തീരുമാനിച്ചാൽ മതി. ഈ മാസം അവസാനം ആയിക്കോട്ടെ. മോൾക്ക് അത്ര ദൂരം സഞ്ചരിക്കാമോ എന്ന് ഡോക്ടർ സൂസന്നയോട് ചോദിക്കട്ടെ ഞാൻ. അതൊന്നും സാരമില്ലമ്മേ, പോകാം. എന്നാലും അരുന്ധതി തിരിച്ചകത്തേക്ക് കയറിയപ്പോൾ ഡോക്ടർ സൂസന്നെ വിളിക്കുകയും ചെയ്തു. വിവരം ആരാഞ്ഞു. സാരമില്ല അരുന്ധതി, കാറിലല്ലേ യാത്ര, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് ആ കുട്ടിക്ക് മാനസികമായ ഉല്ലാസം തരുമെങ്കിൽ അതിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ കരുതിക്കോളൂ, ഡോക്ടർ സൂസന്ന ഉറപ്പായി പറഞ്ഞു. അപ്പോൾ ശരി, പോകാം എന്ന് തീരുമാനിക്കാം, അരുന്ധതി പറഞ്ഞു.
ആരാണ് നമ്മുടെ കൂടെ വരിക? അതായി പിന്നെയുള്ള പ്രശ്നം. അതൊരു പ്രശ്നം തന്നെയാണ്. അരുന്ധതിയും വിനുവും രണ്ടാളും സ്ത്രീകളാണ്, വിധവകളും. തുണ കൂടെ വേണ്ടേ? നമുക്ക് എൻ്റെ ആങ്ങളെ വിളിക്കാം, ആനന്ദിനെ. അവൻ വരും. വിനു പറഞ്ഞു. ഹേയ്, ആനന്ദ് കുട്ടിയല്ലേ, അവൻ എന്തറിയാം? അരുന്ധതി ചോദിച്ചു. എങ്കിൽ അച്ഛനെ വിളിച്ചാലോ? എന്തിനാണ് മോളെ ഈ കാര്യത്തിന് അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? അരുന്ധതി ചോദിച്ചു. നമുക്ക് അനന്തുവിനെ കൂട്ടി പോയാൽ പോരെ? ശരി, അമ്മയുടെ ഇഷ്ടം പോലെ, വിനു പറഞ്ഞു. അരുന്ധതി കൊട്ടാരപ്പറമ്പിലേക്ക് വിളിച്ചു. അനന്തുവാണ് എടുത്തത്. മോനെ, തിരുനാവായ വരെ ഒന്ന് പോണം. വിഷ്ണുമോന്റെ ഭസ്മം ഒഴുക്കാനാണ്. അതുടനെ വേണമെന്നാണ് വിനു പറയുന്നത്. അത് ചെയ്യേണ്ടതാണ് വല്യമ്മേ, അനന്തു പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും തനിച്ച് എങ്ങനെ പോകുമടാ അനന്തു? നീ കൂടി വരണം. ഹൃദയമിടിപ്പൊന്ന് നിന്നതുപോലെ. മറ്റാരെയേക്കാൾ നീ ആവണമെന്നാണ് എനിക്കും വിനുവിനും ആഗ്രഹം. എന്താ, വരുമോ? വരാം, അനന്ത് പറഞ്ഞു. അവന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ അർദ്ധനഗ്ന പ്രതിമ പൊടുന്നനെ ജീവൻ വെച്ച് വീണ്ടും ഉയർത്തെണീറ്റ് കഴിഞ്ഞു. അനന്തുവിന് ഒരു നല്ല വിവാഹാലോചന. സുന്ദരി കുട്ടി, നാളും ചേരും. പ്രഭാകരന്റെ ഒരു സുഹൃത്തു വഴിയായിരുന്നു ആലോചന. 1 വർഷത്തോളമായി അനന്ത് പെണ്ണ് കണ്ട് നടക്കുന്നു. ഇതുവരെ ഒത്തില്ല. ഈ ആലോചന വന്നപ്പോൾ പ്രഭാകരനും രാജേശ്വരിയും പോയി കണ്ടു. എന്തുകൊണ്ട് കൊള്ളാവുന്ന ആൾക്കാർ, പെൺകുട്ടിയും മിടുക്കി. അനന്ത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് എത്തിയപ്പോൾ പ്രഭാകരൻ പറഞ്ഞു ആലോചനയെക്കുറിച്ച്. അടുത്ത സൺഡേയിൽ നീ ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ രാജുവിനെ കൂട്ടി പോകാം, അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടി പൊയ്ക്കോളൂ. അടുത്ത സൺഡേയിൽ പോകാൻ പറ്റില്ലച്ചാ, അനന്ത് പറഞ്ഞു. അതെന്താടാ? വലിയമ്മയുടെ കൂടെ തിരുനാവായിൽ പോകണം, വിഷ്ണുവിന്റെ ചിതാഭസ്മം ഒഴുക്കാൻ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കേടുവരുന്നൊന്നല്ലല്ലോ ഭസ്മം. അടുത്ത ആഴ്ച അതിന് പോകാം. ഇത് ഞാൻ പറഞ്ഞു പോയില്ലേ? ഇത് വേണ്ടച്ചാ, വലിയമ്മയ്ക്ക് അത് വിഷമമാകും. ഈ കാര്യം പറഞ്ഞാൽ ചേട്ടത്തിക്ക് വിഷമം ഉണ്ടാകില്ലെന്ന് പ്രഭാകരൻ ഗൗരവത്തിലായി. എന്താ അനിയ പ്രശ്നം? സംഭാഷണം കേട്ടുകൊണ്ടാണ് അരുന്ധതി വന്നത്. എന്താണിവിടെ വലിയ ശബ്ദം? ഇവന് കെട്ടാൻ പ്ലാൻ ഇല്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം, അല്ലെങ്കിൽ കെട്ടണം. ഇത് രണ്ടും അല്ലാത്ത കളി തുടങ്ങിയിട്ട് കുറേ കാലമായി, പ്രഭാകരൻ ദേഷ്യത്തോടെ പറഞ്ഞു. ചേട്ടത്തിക്കറിയാലോ, ഓരോ പ്രപ്പോസലും അലസിപ്പോകാൻ ഇവൻ കണ്ടുപിടിക്കുന്ന കാരണങ്ങൾ. അരുന്ധതി പുഞ്ചിരിച്ചു. എന്താടാ മോനെ നിന്റെ ഉള്ളിലിരിപ്പ്? വലിയമ്മയോട് പറയ്. നീ വല്ല പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടോടാ? ഞാനൊന്നും കണ്ടുവച്ചിട്ടില്ല വല്യമ്മേ, അനന്ത് പറഞ്ഞു. വരുന്ന ഞായറാഴ്ച എവിടെയോ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സൺഡേയിൽ വല്യമ്മയോടൊപ്പം തിരുനാവായിൽ പോകണം. പെണ്ണ് കാണൽ പിന്നത്തെ ആഴ്ചയിലാകാമെന്ന്. അരുന്ധതി പുഞ്ചിരിയോടെ അവന്റെ തോളിൽ തട്ടി. അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാലും നമുക്കത് നീട്ടാം. പിന്നത്തെ സൺഡേയിൽ പോയാൽ മതി കൂട്ടാ. നീ ഈ സൺഡേയിൽ തന്നെ പെണ്ണ് കാണാൻ പോണം. ഞാനും വരാന്ന്. നിനക്ക് പറ്റിയ പെണ്ണാണോന്ന് ഞാനും നോക്കാം. അനന്തു പടക്കളത്തിൽ ആയുധം നഷ്ടപ്പെട്ട പോരാളി പോലെ മിഴിച്ചു നിന്നു. ഇവനൊന്ന് കെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന്റെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചാൽ അതും നടപ്പില്ല, രാജു പറഞ്ഞു. നീ കെട്ടിക്കോടാ, നീ എന്തിനാ എന്നെ നോക്കി നിൽക്കുന്നത്? ഞാൻ എപ്പോഴേ വഴിമാറി, അനന്ത് പറഞ്ഞു. ഏതായാലും ഇവനെയും കൊണ്ട് വല്യമ്മ പോകുന്നതാണ് നല്ലത്. അച്ഛനെ അമ്മയും പറ്റിക്കാൻ ഇവന് നല്ല വിരുദ. എന്തു പറഞ്ഞാലും അവരങ്ങ് കേൾക്കും, വിശ്വസിക്കും. വലിയമ്മ അങ്ങനെ പറ്റിക്കാൻ ഒക്കത്തില്ലല്ലോ, രാജു പറഞ്ഞു. നിന്റെ വെടപ്പ് എന്തിന്റെ ആണെന്ന് എനിക്ക് ഇന്നാ പിടികിട്ടിയത്. ചേട്ടനേക്കാളും മുമ്പേ കെട്ടണം അല്ലേടാ? അരുന്ധതി രാജുവിനെ പിടികൂടി. നീ വിഷമിക്കണ്ട, ഇവന്റേത് തീരുമാനിച്ചാൽ ഉടനെ ഒരു പെണ്ണിനെ കൂടി കണ്ടുപിടിക്കും. കല്യാണം ഒരുമിച്ച് ഒരു പന്തലായിക്കോട്ടെ. ഓ എന്റെ വല്യമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഇവനൊന്ന് കെട്ടിക്കണ്ടാ മതി എനിക്ക്. ഹുവേ, അങ്ങനെ നിന്നെ ഞങ്ങൾ വിടത്തില്ലടാ. വലിയമ്മ ഇങ്ങനെ നിർബന്ധിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലേടാ? രാജു അനന്തുവിനെ നോക്കി. അങ്ങ് കെട്ടുക തന്നെ. എന്തായാലും എന്നെ കൊണ്ട് കെട്ടിക്കാനുള്ള നിന്റെ ധൃതി എന്തിൻ്റെയാണെന്ന് ഇപ്പോൾ വെളിവായല്ലോ, അനന്ത് പുഞ്ചിരിച്ചു. അപ്പോൾ നെക്സ്റ്റ് സൺഡേ നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു. അതിനടുത്ത സൺഡേയിൽ തിരുനാവായിക്ക്. എന്താ? അത് മതി ചേട്ടത്തി, രാജേശ്വരി അതിനെ പിന്താങ്ങി. അനന്ത് കഷായം കുടിച്ച മട്ടിലായി. ഒഴിഞ്ഞു മാറാൻ ഒരു പഴുതുമില്ല. പോകാൻ ഒട്ടും തോന്നുന്നില്ല. ഉള്ളിൽ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്തെന്ന് അവന് തന്നെ മനസ്സിലായിട്ടില്ല. ഞായറാഴ്ച അരുന്ധതിയോടൊപ്പം അനന്ത് പോയി. അനന്തുവിന് നന്നേ ചേരുന്ന കുട്ടി. അരുന്ധതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മുഖശ്രീ, വിനയം. പ്രഭാകരനും രാജേശ്വരിയും കണ്ടിഷ്ടപ്പെട്ട സ്ഥിതിക്ക് അനന്തുവിന് കൂടി ഇഷ്ടപ്പെട്ടാൽ കൊട്ടാരപ്പറമ്പിലേക്ക് അവരെ ക്ഷണിക്കാവുന്നതേ ഉള്ളൂ. തീരുമാനിക്കുകയും ചെയ്യാം. വരാൻ പറയട്ടെ കുട്ടാ? അരുന്ധതി ചോദിച്ചു. നമുക്ക് ആലോചിച്ചിട്ട് പറയാൻ വല്യമ്മേ, സമയമുണ്ടല്ലോ, അവൻ പറഞ്ഞു.
നിനക്ക് ആ കുട്ടിയോടൊന്നും പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ഇല്ലേടാ? അരുന്ധതി ചോദിച്ചു. ഓ, അതിനൊക്കെ പിന്നെ വരാം, ഇപ്പൊ നമുക്ക് പോയേക്കാം. അനന്ത് തിടുക്കപ്പെട്ടു. തിരികെ പോകുമ്പോൾ കാറിനുള്ളിലിരുന്ന് അരുന്ധതി പറഞ്ഞു, വിനുവിനെ കാണാൻ വിഷ്ണുവും ഞാനും കൂടെയാണ് ആദ്യം പോയത്. അനന്ത് നോക്കി. ഓർമ്മകൾ അരുന്ധതിയെ ആകെ ഞെരിക്കുകയാണ്. എന്തെല്ലാം ചോദിച്ചു വന്നവൻ അവളോട്. എല്ലാം എൻ്റെ മുൻപിൽ വെച്ച് തന്നെയാണ്. അവളുടെ മുറിയിലേക്ക് ചെല്ലാൻ അന്ന് ശ്രീനിവാസൻ ചേട്ടനും ലീലാവതി ഒക്കെ പറഞ്ഞതാ. പോയില്ലവൻ. വേറെ മുറിയിലിരുന്ന് ചോദിച്ചാലും എന്തൊക്കെ ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ അമ്മയോട് പിന്നെയും ഞാൻ പറഞ്ഞു പോകും. എന്നാ പിന്നെ ഇവിടെ വെച്ചായാൽ പിന്നെ പറയണ്ടായല്ലോ എന്നായി അവൻ. അരുന്ധതിയുടെ മിഴികൾ തുളുമ്പി തൂകി. വിഷ്ണുവിന്റെ ചോദ്യം, ആകെ ചമ്മിയ മട്ടിൽ വിനുവിന്റെ മറുപടി. ഞങ്ങൾ കേട്ടു നിന്നവരൊക്കെ ഒരുപാട് ചിരിച്ചു. അന്ന് കല്യാണം കഴിഞ്ഞിട്ടും ആ പെണ്ണ് കാണൽ പറഞ്ഞ് അവര് ചിരിക്കുമായിരുന്നു. എനിക്കങ്ങനെ ചോദിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു വലിയമ്മേ, അതാ ചോദിക്കാഞ്ഞത്, അനന്ത് പറഞ്ഞു. ആകട്ടെ, പറയൂ, നിനക്ക് ആ കുട്ടി ഇഷ്ടായില്ലേ? അത് അനന്ത് പരങ്ങി. പറയടാ. അല്ല, അത് ഉറപ്പിക്കാൻ വരട്ടെ. ഉറപ്പിക്കാതിരിക്കാൻ എന്താടാ കാരണം? അത് പറയൂ. അതിപ്പോ കാഴ്ചയെ തെറ്റില്ല എന്ന് കരുതി സ്വഭാവം നന്നാകണമെന്നില്ലല്ലോ. സ്വഭാവം നല്ലതാണെന്ന് ആണല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, എന്നാലും ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. എന്താണ് നിന്റെ മനസ്സിൽ? അരുന്ധതി അവനെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. വേറെ ഏതെങ്കിലും പെണ്ണുണ്ടോടാ നിന്റെ മനസ്സിൽ? പറയടാ. ഹേയ്, എന്താ വല്യമ്മ പറയുന്നത്? എന്നാലും നിന്റെ ഐഡിയ കേൾക്കട്ടെ, ഞാനൂടൊന്ന് അറിയട്ടെ. എനിക്ക് നമ്മുടെ വിനുചേട്ടത്തിയെ പോലൊരു പെണ്ണു മതി. അരുന്ധതിയുടെ മിഴികൾ ഒന്ന് തുറന്നടഞ്ഞു. അവന്റെ മുഖത്ത് അവർ എന്തൊക്കെയോ തിരഞ്ഞു. എന്ന് വെച്ചാൽ? അരുന്ധതി ചോദിച്ചു. അനന്ത് വിളറി. ആ മുഖം കുനിഞ്ഞുപോയി. അരുന്ധതി മിഴികൾ പിൻവലിച്ചു. സീറ്റിന്മേൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. അനന്തു മുള്ളിന്മേലിരിക്കുന്ന മട്ടായി. വലിയമ്മ തന്നെ തെറ്റിദ്ധരിച്ചോ? ചോദിക്കാൻ തീരെ ധൈര്യം പോരാ. വലിയമ്മയ്ക്ക് നേരെ ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഉത്തരം തെറ്റിപ്പറഞ്ഞ കുട്ടിയുടെ ജാള്യവും വിമ്മിട്ടവുമായി അവന് കാർ കൊട്ടാരപ്പറമ്പിലെത്തി. അവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പ്രഭാകരനും രാജേശ്വരി, രാജു. വിളറിയ മുഖത്തോടെ അനന്തു ഇറങ്ങി മൂവരെയും ശ്രദ്ധിക്കാതെ തന്റെ മുറി ലക്ഷ്യമാക്കി നീങ്ങി. ആ പോക്ക് തന്നെ പന്തികേടാണെന്നവർ മനസ്സിലാക്കി. പിന്നാലെ ഇറങ്ങിച്ചെന്ന അരുന്ധതിക്ക് നേരെയായി കണ്ണുകൾ. ചേട്ടത്തിക്കിഷ്ടായോ? എനിക്കിഷ്ടായിട്ട് എന്താ കാര്യം? ചെറുക്കന് പിടിക്കണ്ടായോ? അരുന്ധതി ചോദിച്ചു. അപ്പോൾ അവൻ ഇഷ്ടമായില്ലേ? എന്തോ ആ കുട്ടിക്ക് ഗമയോ ഗെറ്റപ്പോ പോരാ എന്നോ സ്വഭാവം കൂടി അന്വേഷിക്കട്ടോ എന്നോ ഒക്കെ പറഞ്ഞു. നല്ല ഗമ വേണമെങ്കിൽ കഴിഞ്ഞ വർഷം ട്രാൻസ്ഫർ ആയി പോയ കളക്ടർ വിമലാത്തമ്പി ആലോചിക്കാം. അവരുടെ സ്വഭാവവും നല്ലതാണ്. ഒരു ഭർത്താവും 2 മക്കളും ഉണ്ടെന്നേ ഉള്ളൂ. ചോദിക്കാം അവനോട്. അത് പ്രശ്നമില്ലെങ്കിൽ ആലോചിക്കാന്ന്. രാജു തെല്ല് ദേഷ്യത്തിലായി. നാവടക്കടാ നീ. ഇങ്ങനെയാ സംസാരിക്കുന്നത്? അനന്ത് നിന്റെ മൂത്തതല്ലേടാ? അരുന്ധതി ശാസിച്ചു. ഉവ്, മൂത്തതാ. വല്യമ്മ അല്ലെങ്കിലും എന്നോട് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. പണ്ടേ തന്നെ വല്യമ്മയ്ക്ക് അവനോടാ സ്ഥായി. രാജു പരിഭവിച്ചു. പോടാ ചക്ക, എനിക്ക് 2 ആളും ഒരുപോലെയാ. അരുന്ധതി അവന്റെ തലയിൽ തലോടി. നിന്റെ കുസൃതികളും കന്നത്തരങ്ങളും ഉരുളയ്ക്ക് ഉപ്പേരി പോലത്തെ മറുപടികളും ആർക്കാടാ ഇഷ്ടമല്ലാണ്ട് വരണേ? രാജു ചിരിച്ചു. അനന്തുവിനെ പോലെ ഗൗരവ പ്രകൃതമല്ല രാജുവിന്. കുസൃതികൾ ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ലാത്ത സ്വഭാവം. അരുന്ധതി പോകുമ്പോഴും ഉള്ളിൽ നീറ്റലോടെ അകത്ത് കിടക്കുകയായിരുന്നു അനന്തു. എന്താവും വലിയമ്മ തന്നെക്കുറിച്ച് ധരിക്കുക? 4-ാം ദിവസം അനന്ത് വരുമ്പോൾ ശാന്തിയുടെ ഗേറ്റിങ്കൽ ചെടിക്ക് വെള്ളം ഒഴിച്ചു നിൽക്കുകയാണ് അരുന്ധതി. വലിയമ്മേ, ഞായറാഴ്ച പോകണ്ടേ തിരുനാവായിൽ? അനന്ത് ചോദിച്ചു. പോകണം. മോനൊരു വണ്ടി ഏർപ്പാട് ചെയ്തോളൂ. ചിറ്റയെഴുത്തുനിന്ന് വിനുവിന്റെ അച്ഛനും അമ്മയും വരണോന്ന് പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയും വരണുണ്ട്. എല്ലാവർക്കും കൂടി അങ്ങ് പോകാല്ലേ? വിഷ്ണു എല്ലാവരുടെയും മോനായിരുന്നല്ലോ. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ് നല്ലതല്ലേ? അരുന്ധതി പറഞ്ഞു. അനന്തുവിന്റെ മുഖം മങ്ങിപ്പോയി. അത് കൃത്യമായും അരുന്ധതി കണ്ടു. വണ്ടി ബുക്ക് ചെയ്യാം, പക്ഷേ ഇത്രയും പേരുള്ള സ്ഥിതിക്ക് ഞാൻ കൂടെ വരണോ വല്യമ്മ കൂട്ടിന്? അവരൊക്കെ ഉണ്ടല്ലോ. അനന്തു മടിയോടെ പറഞ്ഞു. അതെന്താ നിനക്കൂടെ വന്നാല്? അവരുണ്ടെന്ന് വെച്ച് നിനക്കെന്താ? നീ സമ്മതിച്ചതല്ലേ? അല്ല, അന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. എങ്കിൽ നിന്റെ ഇഷ്ടം. അരുന്ധതി പുഞ്ചിരിച്ചു. അവർക്കറിയാമായിരുന്നു അനന്തുവിന് അന്ന് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത് കള്ളത്തരമാണെന്ന്. പക്ഷേ അവൻ വരാതിരിക്കുകയായിരുന്നു അരുന്ധതിയുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെയാണ് ചിറ്റയെഴുത്തുകാരെയും കൊട്ടാരപ്പറമ്പിലുള്ളവരെയും അരുന്ധതി ക്ഷണിച്ചതും. അനന്തുവിന്റെ ഒറ്റയ്ക്കുള്ള വരവ് തടയുക. അത് സാധിച്ചു. ഞായറാഴ്ച തന്നെ ഒരു കാറിൽ വിഷ്ണുവിന്റെ ചിതാഭസ്മം നിറച്ച ചെറിയ കുടം ഒരു പട്ടിൽ പൊതിഞ്ഞ് അതുമായി എല്ലാവരും കൂടി തിരുനാവായിക്ക് പുറപ്പെട്ടു.
ക്ഷേത്രത്തിൽ തൊഴുതു. നിള നദീതീരത്ത് ക്ഷേത്രത്തിലേക്ക് കെട്ടിയുണ്ടാക്കിയിരുന്ന കൽപ്പടവുകളിൽ വിനുവും അരുന്ധതിയിരുന്നു. അതിനപ്പുറത്ത് രാജേശ്വരിയും പ്രഭാകരനും. അവർക്കരികിൽ ശ്രീനിവാസനും ലീലാവതിയും. ഓദിക്കൻ അവരെ കൊണ്ട് ബലികർമ്മങ്ങൾ ചെയ്യിച്ചു. വിഷ്ണുവിൻ്റെ ആത്മാവിനു വേണ്ടി ശാന്തിക്കായി അപേക്ഷിച്ചു. ഇടറിപ്പൊട്ടുന്ന ഹൃദയം അടുക്കി പിടിച്ച് വിനു എല്ലാ കർമ്മങ്ങളും ചെയ്തു. അവൾക്കരികിൽ ഇരുന്നു കൊണ്ട് അരുന്ധതിയും. ഒടുവിൽ വിഷ്ണുവിൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പട്ടിൽ പൊതിഞ്ഞ ചെറിയ കുടം കയ്യിലെടുത്ത് നിളാനദിയിൽ വിനുവും അരുന്ധതിയും മുങ്ങി. അതൊഴുക്കി വിട്ടു. കൂടെ എല്ലാവരും മുങ്ങിക്കയറി. വിഷ്ണു! മുങ്ങി നിവർന്ന വിനു പൊട്ടി തുറന്നു കരഞ്ഞു. വിഷ്ണുവിൻ്റെതായ ആകെ കയ്യിലുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതായി. ഇപ്പോൾ ഒന്നും ഇല്ലാതായി, ഒന്നും. അവൾ കരഞ്ഞു. എന്നാലും ഞാനിത് ചെയ്തു. എൻ്റെ വിഷ്ണു സ്വർഗത്തിൽ ഏറ്റവും സ്വസ്ഥനായി കഴിഞ്ഞോളൂ വിഷ്ണു. ഇവിടെ ഞാൻ എല്ലാം സഹിച്ചോളാം, എല്ലാം. കരയാതെ മോളെ, ലീലാവതി പറഞ്ഞു. കരയ്ക്ക് കയറി ഈറം മാറ്റു വിനു, അരുന്ധതി പറഞ്ഞു. ഇല്ലെങ്കിൽ പനിയുണ്ടായാലോ? അവർ ഇരുവരും കൂടി അവളെ താങ്ങി കരയ്ക്ക് കയറ്റി. അവൾ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പോയത്. പക്ഷേ ആ ചടങ്ങ് കഴിഞ്ഞപ്പോഴേക്കും തളർന്നു പോയി അവൾ. തിരികെ പോരുമ്പോൾ അവൾ മിണ്ടിയതേയില്ല. ആഹാരവും ഒന്നും കഴിച്ചില്ല. അന്നും പിറ്റേന്നും. 3-ാം ദിവസം പോസ്റ്റ്മാൻ വന്നു. അയാളുടെ കയ്യിൽ വിഷ്ണുവിൻ്റെ വിധവയായ വിനുവിന് ജോലിക്കുള്ള ഓർഡർ ഉണ്ടായിരുന്നു. താലൂക്ക് ഓഫീസിൽ ക്ലറിക്കൽ സെക്ഷൻ. വിനു ആ പോസ്റ്റിലേക്ക് ടെസ്റ്റ് എഴുതിയിട്ടതാണ്. റാങ്ക് ലിസ്റ്റിൽ പേരും വന്നു. 2 വർഷമായി. പക്ഷേ നിയമനം ഉണ്ടായില്ല. അതിൽ പ്രതീക്ഷയില്ലാതായി. അങ്ങനെയാണ് വിഷ്ണുവിനോടൊപ്പം പട്യാലയിലേക്ക് പോകാൻ തയ്യാറായിരുന്നത്. പക്ഷേ വിഷ്ണുവിൻ്റെ മരണശേഷം ആ പോസ്റ്റിലേക്കുള്ള ടെസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പരും റാങ്ക് നമ്പരും കോട്ട് ചെയ്ത് സർക്കാരിലേക്ക് ആപ്ലിക്കേഷൻ എഴുതിയത് അരുന്ധതിയാണ്. അത് ഓർഡറാക്കി അയച്ചിരുന്നു. പട്ടിണി കിടക്കുന്ന വിനുവിനെ ആ ഓർഡർ കാണിക്കാൻ അരുന്ധതി ഭയന്നു. ലീലാവതിയും ശ്രീനിവാസനും ഒപ്പമുണ്ട്. എന്താ ചെയ്യുക? അവർ കൂടി ആലോചിച്ചു. ഈ സങ്കടപ്പെട്ട ഇരിപ്പിൽ നിന്നും ചിന്തയിൽ നിന്നും ഒരു മോചനം തന്നെയാണ് അരുന്ധതി. അവൾക്ക് ഈ ജോലി. ശ്രീനിവാസൻ പറഞ്ഞു. അത് വളരെ ശരിയാണ്. അരുന്ധതിയെ സമ്മതിച്ചു. ഒടുവിൽ മൂവരും കൂടി വിനുവിൻ്റെ മുറിയിലെത്തി. കിടക്കുകയാണവൾ. അവളുടെ കൈക്കുള്ളിൽ വിഷ്ണുവിൻ്റെ 1-2 വസ്ത്രങ്ങളുണ്ട്. അവൻ്റെ സാമീപ്യം അനുഭവിക്കുകയാവണം, അല്ലെങ്കിൽ മൂക്ക് വിടർത്തിയ ഗന്ധം ആവാഹിക്കുകയാവണം. അവൾ ആകെ തളർന്നിരിക്കുന്നു. വിഷ്ണുവിൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത് ഇവളെ ഇത്രയേറെ തകർക്കുമെന്ന് ആരും കരുതിയില്ല. അവൾ തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ട് ആരും അക്കാര്യം ചിന്തിച്ചതുമില്ല. വിനു! കമിഴ്ന്നു കിടക്കുന്ന വിനു മുഖം തിരിച്ചു നോക്കി. എന്താ കുട്ടി നീ ചെയ്തത്? കമിഴ്ന്നു കിടക്കുകയോ? അതും ഈ സമയത്ത്? അരുന്ധതി ചോദിച്ചു. എന്താണിത്? ലീലാവതിയുടെ കയ്യിൽ നിന്ന് ആ കവർ വാങ്ങി തുറന്നു. ആ ഓർഡർ എടുത്തു നോക്കി. ആ കണ്ണുകൾ മെഴിഞ്ഞു നിന്നുപോയി ഒരു നിമിഷത്തേക്ക്. ആ കവർ ഒറ്റയേറ്. ഇല്ല, ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് ജോലി വേണ്ട, അവൾ അലറി വിളിച്ചു. അപ്രതീക്ഷിതമായിരുന്നു അത്. എൻ്റെ വിഷ്ണുവിനെ കൊടുത്തിട്ട് പകരം കിട്ടുന്ന ഈ ജോലി എനിക്ക് വേണ്ട, വേണ്ട. മുറിക്ക് നടുവിലേക്ക് അവൾ തളർന്നിരുന്നു. അടുത്ത നിമിഷം മറിഞ്ഞു വീണു. അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ശ്രീനിവാസൻ പുറത്തേക്കോടി. പെട്ടെന്നൊരു കാറുമായി തിരിച്ചെത്തി. വിനുവിനെയും കൊണ്ടാ കാർ ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞു. സഹനം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ